എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അത് പലപ്പോഴും ജഡ്ജ്മെൻ്റലായി പോകുന്നു. അതിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു ഇരയാണ് ഇപ്പം ശ്രീമാൻ മമ്മൂക്കയ്ക്കെതിരെ വന്നിട്ടുള്ളത്. വളരെ വിഷമം തോന്നിയൊരു സംഭവം തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം ആ ഒരു പുഴു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടുപേർ തമ്മിലുള്ള ഫാമിലി ഇഷ്യൂ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പക്ഷേ അദ്ദേഹം ഈ ഷർഷാദ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം മുൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അവകാശപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിൽ കഴമ്പുള്ള വാർത്തകൾ ഒന്നും തന്നെ, ആ വിവാദങ്ങളൊന്നും വരാതെ അതിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സിനിമയിലെ നായകനിൽ മാത്രം വിവാദം ചുറ്റി നിൽക്കുന്നു എന്ന് പറയുമ്പം അതൊരു അജണ്ടയാണ് കേട്ടോ. അജണ്ട എന്ന് പറയുമ്പോൾ അതെനിക്ക് തോന്നുന്നത് വാളാക്കി ഇപ്പോൾ സംഘപരിവാർ ഇടങ്ങളാണെങ്കിൽ അത് അവർക്ക് കിട്ടിയൊരു ആയുധമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നു. അതിനവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം 2-3 കാര്യങ്ങളുണ്ട്. കാരണം ഇതിനു മുമ്പ് നമ്മുടെ മലയാള സിനിമ മനോഹരമായി പോയിക്കൊണ്ടിരുന്നൊരു കൾച്ചറുള്ളൊരു മലയാള സിനിമയിൽ 2000-ന് ശേഷം നമുക്കറിയാം, പ്രത്യേകിച്ച് 2010-ന് ശേഷം സിനിമയ്ക്കുള്ളിലൊരു രാഷ്ട്രീയമുണ്ട്, സിനിമാ പ്രവർത്തകർക്കിടയിൽ ഒരു രാഷ്ട്രീയമുണ്ട്. വ്യക്തമായിട്ടുള്ളൊരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ഒരു ടീം ഓഫ് ആൾക്കാർ മലയാള സിനിമാ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു ഇതായിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ ഒരു സിനിമയുണ്ട്, മഹേഷിന്റെ പ്രതികാരം തൊട്ട് തുടങ്ങാം. നമുക്ക് ആ ഒരു ട്രെൻഡ് സെറ്റിംഗ്, അതായത് അതാണ് ഒരു പ്രീ പ്ലാൻഡ് അജണ്ട സെറ്റ് ചെയ്തിട്ട് വന്നു. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു എക്സാമ്പിളായിട്ട് പറയേണ്ടത് എനിക്ക് തോന്നുന്നുണ്ട് ഈ മഹേഷിന്റെ പ്രതികാരം തൊട്ടാണ്. അതിനു മുമ്പ് തന്നെ ഡാ തടിയ എന്ന് പറഞ്ഞ സിനിമ ഇതേ സംവിധായകൻ അല്ലേ, ആഷിഖ് കപൂറിൻ്റെ ആ സിനിമ നിർമ്മാണമൊക്കെ ആഷിഖ് കപൂർ ആയിരുന്നല്ലോ ഈ മഹേഷിന്റെ പ്രതികാരം. അപ്പോൾ ആ ഡാ തടിയയിൽ ഏറ്റവും വലിയൊരു സോഷ്യൽ സെറ്ററിക്കൽ മൂവി ആയിട്ടുള്ള സന്ദേശത്തിന് ഒരുപാട് കൊള്ളിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു, കളിയാക്കി കൊണ്ടൊക്കെ ഉള്ള പരാമർശം. പക്ഷെ അത് നമ്മൾ നിർദോഷമാണെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞ് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയ അദ്ദേഹം ആഷിഖ് കപൂർ ആ ഒരു ടീം വ്യക്തമായിട്ട് തന്നെ പറയേണ്ടി വരും. അവരിൽ നിന്ന് വരുന്ന സിനിമകൾക്കൊക്കെ തന്നെ വ്യക്തമായിട്ടൊരു രാഷ്ട്രീയമുണ്ട്. ചിത്തല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. തീർച്ചയായും ഓരോ സിനിമയിലൂടെ അവരുടെ രാഷ്ട്രീയം തുറന്നു പറയുന്നുണ്ട്, സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ അവർ എത്തിക്കുന്നുണ്ട്. അതായത് അവർ വിഭാഗീയത ക്രിയേറ്റ് ചെയ്ത് 2 രീതിയിൽ തട്ടാക്കണം, സിനിമ കൾച്ചറിനെ പോലും 2 ആക്കണം എന്നുള്ളതായിരുന്നു. അതിൽ തന്നെയാണ് സൗബിൻ്റെ ഒരു കഥാപാത്രം അനാവശ്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. മോഹൻലാൽ ഏട്ടൻ ആണെങ്കിൽ നമ്പൂതിരി മേനോൻ, അത് സവർണത ആലോചിച്ച് നോക്കും, അത് അനാവശ്യമായിട്ട് കൊണ്ടുവന്നിട്ടും ഇക്കാണെങ്കിൽ എന്ത് തരം കഥാപാത്രങ്ങൾ എടുക്കും. എന്ത് മോശം പരാമർശമായിരുന്നു അത്. നമുക്കറിയാം മോഹൻലാലൊക്കെ പാദമുദ്ര പോലുള്ളൊരു സിനിമ, സോപ്പ് കുട്ടപ്പൻ, ഇങ്ങനെയൊക്കെ ചെയ്തൊരാൾ. അപ്പോൾ ഒരു വിഭാഗീയത കൊണ്ടുവന്നിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ നായർ എന്നുള്ള രീതിയിൽ സവർണ ഹെജ്മണിയുടെ വക്താവാണ് മോഹൻലാൽ എന്ന് കൊണ്ടുവന്ന് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യിപ്പിക്കേണ്ടത് അവിടെയൊക്കെയോ അജണ്ട. കഴിഞ്ഞ 10-20 വർഷമായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷം അദ്ദേഹത്തിന് ഒരു പ്രത്യേക പക്ഷത്തിൻ്റെ ആളാണെന്ന് വളരെ രീതിയിലുള്ള മോശങ്ങളാണ്. അതായത് ബ്ലോഗ് എഴുതി കഴിയുമ്പോൾ ദേശസ്നേഹത്തെക്കുറിച്ച് മോഹൻലാൽ ബ്ലോഗ് എഴുതി കഴിഞ്ഞാൽ വളരെ വലിയ ബാധകമാണ്. അതുപോലെ തന്നെ കൊറോണ സമയത്ത് ഇപ്പോൾ എന്ത് കാര്യങ്ങൾ മോഹൻലാൽ ചെയ്യുന്നു അത് ടാർഗറ്റൈസ് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പോൾ മോഹൻലാൽ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം പോലും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു വളരെ കൂൾ മൈൻഡഡ് ആയിട്ട് എല്ലാ രാഷ്ട്രീയവും ഇഷ്ടമാണെന്നുള്ള മട്ടിൽ ആരെയും വേദനിപ്പിക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന, കരിയർ മാത്രം ബേസ് ചെയ്ത് സിനിമ പാഷൻ എന്നുള്ള ആ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മമ്മൂക്ക അങ്ങനെയല്ല. മമ്മൂക്കയ്ക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ മമ്മൂക്ക അത് പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലെ, ഇലക്ഷൻ വേദികളിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതെ, ഞാനതാ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടെന്ന് കരുതി അദ്ദേഹത്തിനെ മാത്രം ടാർഗറ്റൈസ് പോകുന്നത് മറ്റേ ഇതുപോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം സുരേഷ് ഗോപി വന്നു. അദ്ദേഹം വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ട് സുരേഷ് ഗോപി വന്നു. എന്തൊക്കെ രീതിയിൽ ചാണക പരാമർശങ്ങളോടുകൂടി ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെ ഇതുപോലെ അധിക്ഷേപങ്ങളും അപഹാസ്യങ്ങളും ഏറ്റുവാങ്ങിയ ഒരു നടനില്ല. അപ്പോൾ അദ്ദേഹത്തിനെ ടാർഗറ്റൈസ് ചെയ്തു. ഇതൊക്കെ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തും സംഘപരിവാറിനൊപ്പം നിന്നതുകൊണ്ടാണ്. പിന്നീട് വരുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണി മുകുന്ദനെ സമാജം സ്റ്റാർ എന്നുള്ള ഒരു പേരിട്ട് ഉണ്ണി മുകുന്ദൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് സ്വന്തം അമ്മയുടെ പേര് ഉണ്ണി മുകുന്ദൻ, അല്ലെങ്കിൽ തന്നെ ഹനുമാൻ, എനിക്ക് തോന്നുന്നു ഹനുമാൻ ജയന്തിക്ക് ഒരു പോസ്റ്റ് ഇട്ടപ്പം അതിനെ വരെ വിമർശനമാണ്. സ്വന്തം വിശ്വാസം ഉണ്ണിമുകുന്ദന് തുറന്ന് പറയാൻ വരിക. പക്ഷെ മമ്മൂക്ക ഇത് ഉംറയ്ക്ക് പോയാലും അല്ലെങ്കിൽ എന്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അത് എന്താ പറയുക, നിരപേക്ഷത അല്ലെങ്കിൽ അവിടെ മതേതരത്വമാണ്. പക്ഷെ ഉണ്ണിമുകുന്ദൻ സ്വന്തം വിശ്വാസം, ഹനുമാൻ സ്വാമീനെയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർഗീയത. ഈ രീതിയിൽ ചാപ്പകുത്തി കമ്പാർട്ട്മെൻ്റ് ആക്കുന്നുണ്ട് ലക്ഷ്മി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഏറ്റവും വിഷമം തോന്നിയിട്ടുണ്ട് നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വെച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മൊത്തം പെൺകുട്ടികളെ അഹാനേനൊക്കെ കഴിവുള്ള കുട്ടിയായിട്ട് പോലും എന്തു രീതിയിലാണ് ഇവിടെ മാറ്റി നിർത്തപ്പെട്ടു എന്ന് തന്നെ പറയാം. ഏറ്റവും മോശം രീതിയിലുള്ള പരാമർശം, സൈബർ ലിഞ്ചിങ് ആയിരുന്നു അല്ലേ, അത് ഭയങ്കര മോശം. അതിനെതിരെയൊന്നും ഒരു ഇടതുപക്ഷം തോന്നിയിട്ടുണ്ട്. WCC പോലെ സംഘടനകളൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഒരു അഹാനയൊക്കെ
അവിടെ ആക്രമിക്കപ്പെടുമ്പം വരെ ഒന്നിനും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിപ്രിയ, അത് മറ്റൊരിതാണ്. ലക്ഷ്മിപ്രിയയുടെ മകളെ വരെ അപഹസിക്കുന്ന രീതിയിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഷർഷാദിൽ നിന്ന് കിട്ടിയ പുഴു പരാമർശം വരുമ്പോൾ സംഘപരിവാർ അവർ കണ്ടുകൊണ്ടിരിക്കണം. ഈ അജണ്ട ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതും ഇങ്ങനെ കളിയാക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ കിട്ടിയ ആയുധം തീർച്ചയായും മമ്മൂക്കെതിരെ വന്നു എന്നേ ഉള്ളൂ. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ ഷർഷാദ് അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെട്ട ഒരു, ഇപ്പോൾ ഷർഷാദും ഭാര്യയുമായിട്ട് പിണങ്ങി, പക്ഷേ ഇവരൊക്കെ ഒരു ഭാഗമായിരുന്നു, ഒരു കോക്കസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗത്തിൽ ഇങ്ങനെ ഈ ഷർഷാദിൻ്റെ വെളിപ്പെടുത്തൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഓൾറെഡി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാള സിനിമയെ രണ്ടായിട്ട് വിഭാഗിക്കണം, അത് മതത്തിൻ്റെ പേരിൽ തന്നെ കൃത്യമായിട്ട് വിഭാഗീയത കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വക്താവാണെന്നുള്ള രീതിയിലൊരു ചാപ്പ കുത്തി കഴിയുമ്പം എന്തായാലും മറുഭാഗം അത് ഏറ്റുപിടിക്കും എന്നറിയാം. അപ്പോൾ എന്ത് പറ്റും? സോഷ്യൽ മീഡിയ തീർച്ചയായും അതിൻ്റെ പിന്നാലെ പോകും. നിർഭാഗ്യവശാൽ സംഘപരിവാറിലെ കുറേ പേരെങ്കിലും അത് ആ ഒരു വിഷയം ഏറ്റെടുത്തിട്ട് ശരിക്കും വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് പോയി. പക്ഷേ കുറേ പേരെങ്കിലും അതിൻ്റെ മറ്റു കാതലായിട്ടുള്ളൊരു മാഫിയ ഉണ്ടെന്നും മട്ടാഞ്ചേരി ടീം ഉണ്ടെന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് വരുന്നുണ്ട്.